നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും ഗ്രീൻസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഔട്ട്ലെറ്റുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഗ്രീൻസിൻ്റെ ഒരുപാട് വിശേഷങ്ങളും സ്പെഷ്യൽ ഓഫേഴ്സും അതുപോലെ തന്നെ ഒരു കൊച്ചു ഗെയിം, വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ട് ഒരു പർച്ചേസിംഗ് ഗെയിമുമായിട്ടാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ണൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടായിരുന്നു എപ്പിസോഡുകളൊക്കെ ചിത്രീകരിച്ചതെങ്കിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, കുറച്ച് എപ്പിസോഡുകൾ ചിത്രീകരിക്കാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തലശ്ശേരിയിലുള്ള ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു രാവിലെ സമയത്ത് തന്നെ എത്തി. ശരിക്കും പർച്ചേസിങ്ങിൻ്റെ സമയം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്കറിയാം, പൊതുവെ പറയുന്നത് പോലെ തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് പൊതുവെ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറ്. എങ്കിൽ കൂടി തലശ്ശേരിയിൽ പൊതുവെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കാണ് എപ്പോഴും. എല്ലാ ദിവസവും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല ഓഫറുകളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ളൊരു തിരക്കൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് കൂടിയാണ് ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് പർച്ചേസിങ്ങിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കണം, വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ സമയം ഒരുക്കി കൊടുക്കുന്നു. പർച്ചേസിങ് വന്നതിന് ശേഷം ആരൊക്കെയാണ് ഇന്ന് വിജയികളാകുന്നത്, നല്ല സമ്മാനങ്ങൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ സമ്മാനങ്ങളൊക്കെ ആരൊക്കെയാണ് ഇന്ന് നേടുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഡൗൺ ടൗൺ മാൾ, തലശ്ശേരി ഡൗൺ ടൗൺ മാളിൽ വെച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത് ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ്. എപ്പിസോഡ് ഉച്ച സമയമാണ്. അപ്പോൾ എന്തായാലും എപ്പോഴും പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു വൈകുന്നേര സമയത്താണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫാമിലി വന്നിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? സ്വദേശം എവിടെയാണ് ചേച്ചി? പുണ്യത്താണ്. ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? ഹൈ, പരീക്ഷ തുടങ്ങിയോ? കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പർച്ചേസിങ്ങിനാണോ വന്നേക്കണേ? എത്രയുള്ള പഠിക്കണം മോൻ? സിക്സ്ത്തിലാണ് പഠിക്കണേ. ശരി, എവിടെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? കേന്ദ്ര വിദ്യാലയമാണ്. ഇന്നത്തെ പരിപാടി, വെക്കേഷൻ എന്തൊക്കെയാണ് പരിപാടികൾ? ടൂർ എവിടെയൊക്കെ പോകുന്നുണ്ട്? ഊട്ടിയിലേക്ക് പോകുന്നുണ്ട്. പറഞ്ഞോ, ഏതൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞു? ഊട്ടി, പിന്നെ വയനാട്, കൊടൈക്കനാലാവാം. സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ? അടിച്ചു പൊളിക്കേണ്ട പരിപാടി തന്നെ. ഓക്കെ. അമ്മച്ചിയുടെ പേരെന്താണ്? ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ മുന്നേ? ഹൈ, പേരെന്താ? അനന്തിക്ക് സ്കൂൾ പൂട്ടിയോ? പൂട്ടി. എവിടെ പഠിക്കണേ? ഒരു സെയിം സ്കൂളിലാണോ പഠിക്കണേ? എത്രയിലാണ് പഠിക്കണേ? രണ്ടിലാണ് പഠിക്കുന്നത്. ശരി. സാധാരണ പർച്ചേസിങ്ങിന് ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്? അല്ല, വല്ലപ്പോഴും അങ്ങനെ വരാറ്. എങ്കിൽ കൂടി ഈ പർച്ചേസിംഗ് ഇങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രത്യേകിച്ച് ഗ്രീൻസിൽ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? നമുക്കിവിടെ ചോയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ നല്ലോണം കളക്ഷൻസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വിലയും അഫോർഡബിൾ ആണ്. സാധാരണ ഈ ഡിസ്കൗണ്ട്, പ്രത്യേകിച്ച് ഓഫറൊക്കെ നോക്കിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഒന്നുമില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇതുപോലെ എന്തെങ്കിലും ആയെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ് പരിപാടിന്റെ പേര്. ഒരു പർച്ചേസിംഗ് ഗെയിമാണ്. അപ്പോൾ ഞാൻ 2 ട്രോളി നിങ്ങൾക്ക് തരാം. ഒരു ട്രോളി ഇവിടെയും ഒരു ട്രോളി ഇവിടെയും. 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ കൗണ്ടറിലേക്ക് വന്നാൽ മതി. അവിടെ ഒരു ഗ്ലാസ് ബോക്സ് ഉണ്ടോ, അതിലാണ് റേറ്റ് എഴുതി വെച്ചേക്കണം. ആ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ടോട്ടൽ റേറ്റ് നോക്കിയിട്ട് നമുക്ക് അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടുന്നുണ്ടോ നോക്കാം. ഓക്കെ. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുകയാണ്. 5 മിനിറ്റ് സമയം, പർച്ചേസിംഗ് ഗെയിം പ്ലസ് ഓർ മൈനസ്. അപ്പോൾ സാധാരണ പർച്ചേസിങ്ങിന് വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കാറുണ്ട് പൊതുവെ? ശരി. അപ്പം അതെന്തായാലും സ്വാഭാവികം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റ് കൊണ്ട് സാവധാനം എടുത്താൽ മതി, നോക്കി എടുത്താൽ മതി. വലിയ ബിഗ് പ്രൊഡക്റ്റ് അല്ല, കുട്ടി സാധനങ്ങൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 5, 4, 3, 2, 1, 0. മെല്ലെ പോയാൽ മതി. അമ്മ നേരെ പോയിക്കോളൂ, ചേച്ചി എടുത്തോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ ആദ്യം അമ്മയും കൊച്ചുമോളും കൂടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. റെഡി. 5 മിനിറ്റ് കൊണ്ട് പർച്ചേസിങ് നോക്കാം. ഇതിലാണ് റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്, എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ സാധാരണ പർച്ചേസിങ്ങിലൊക്കെ ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിൽ മാവേലി അങ്ങോട്ട് കൂത്തുപറമ്പ് മമ്പറം അങ്ങോട്ട്. ഞാൻ പാതിരിയാടാണ്. മോള് കുഞ്ഞത്ത് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കുഞ്ഞ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൗണിലൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് അവളുണ്ടെങ്കിൽ അങ്ങനെ വരും. അല്ലേ ഈ പണ്ട് നമ്മുടെ ഈ വീടിനടുത്തൊക്കെ ഉള്ള ഒരു കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, പഴയ പലകയുള്ള കടകളൊക്കെ, അതിപ്പോഴൊന്നും ഇല്ലല്ലോ. പലകയില്ല, മറ്റേ ഷട്ടർ ആ ഓർമ്മകളൊക്കെ ഉണ്ടോ? ഓ ഉണ്ട്. എൻ്റെ അച്ഛൻ നടത്തിയിട്ടുണ്ട് അവിടെ നാട്ടിൽ തന്നെ ജോലി. റിട്ടയർഡായി വന്നപ്പോൾ മിലിറ്ററി ആയിരുന്നു. റിട്ടയർഡായി വന്നപ്പോൾ കച്ചവടം ഈ നിരയുള്ള പല ഇല്ല, ഇപ്പോൾ ഇല്ല. അമ്മയുടെ പേരൊന്നുകൂടി പറഞ്ഞു. പത്മജ. അപ്പോൾ പത്മജ അമ്മയും കൊച്ചുമോളും കൂടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റാണ് കൂട്ടി നോക്കുന്നത്. 5 മിനിറ്റ് കൊണ്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നോക്കി വെൽ പ്ലാനായിട്ട് കുട്ടി സാധനങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1725 രൂപയായി. ഇത് ടോട്ടൽ എത്രയായിരുന്നു? 2139. 2139 രൂപയ്ക്കാണ് അമ്മയും കൊച്ചുമോളും കൂടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 2139. ശരി, ഇനി അവിടെ നിന്നോളൂ. ഇനി നമ്മുടെ മോനോട്ടനും ചേച്ചിയും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്ന 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന MRP റേറ്റ്, പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റാണ് കൂട്ടാൻ പോകുന്നത്. എപ്പോഴാണ് ഊട്ടിയിലേക്ക് പോണേ? മെയ് അങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അടിപൊളി. ഒരു 2 ആഴ്ചത്തെ മാത്രമുള്ള വെക്കേഷൻ. അപ്പോൾ ഏപ്രിൽ 1 വീണ്ടും റീഓപ്പൺ ചെയ്യും. പ്രൊമോട്ട് ക്ലാസിൻ്റെ റീഓപ്പണിങ് ഏപ്രിൽ 1 വരും. പിന്നെ 15 ആ സമയത്ത് പിന്നെയും ക്ലോസ് ചെയ്യും 50 ഡേയ്സ്. അപ്പം ജൂൺ ലാസ്റ്റ് വരെ ഏകദേശം മക്കൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, എപ്പോഴാണ് അടക്കുക എപ്പോഴാണ് തുറക്കാന്ന്. സത്യം അത് ഇവരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. KVD ഇതിൽ അങ്ങനെയാണ്, നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 163 രൂപ ഇപ്പോൾ തന്നെയായി. ചോക്ലേറ്റ് കുറഞ്ഞു പോയടാ? 3421. രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3421 എന്ന് പറയുന്ന റേറ്റിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ബോക്സിൽ 3401. ഓക്കെ, 3421 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും കൂടി 5 മിനിറ്റ് കൊണ്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചിന്തിക്കണം. ഓക്കെ, 3421. ഇനി ഈ റേറ്റ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 3421 ഇവർ എഴുതിയിട്ടിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്, ഇല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനമുണ്ട്. ഓക്കെ, 3421 എന്നുള്ളത് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് ടീം ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4500 to 5500. നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3421. കുറച്ച് കുറഞ്ഞു പോയി. ഒരു 5-6 പ്രോഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ഏതാണ്ട് 4500 മുകളിലേക്ക് വന്നേനെ അല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, സന്തോഷം. എന്തായാലും നമ്മുടെ തിരക്കിനിടയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ മത്സരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2 പേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമുണ്ട്. +/- ഇതാ മക്കൾക്ക് തന്നെ കൊടുക്കാം. ഇതാ 2 പേർക്കുണ്ട് കേട്ടോ. ഓക്കെ, ആൾക്കൊന്നും ഇനിയും പിടികിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കും, ഉഷാറാവും കേട്ടോ. ഓക്കെ അമ്മ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് +/- ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഫസ്റ്റ് ടീമിന് കുറച്ച് റേറ്റ് കുറഞ്ഞു പോയി. സാധാരണ റേറ്റ് കൂടുതലാണ് പോകാറ്, പക്ഷേ റേറ്റ് കുറഞ്ഞു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, റേറ്റ് എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മനസ്സ് വേണം. കാരണം ആ ഡബിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നുള്ളത് നമുക്കും അറിയത്തില്ല. പക്ഷേ പർച്ചേസിങ് ചെയ്യുന്നവർ ജസ്റ്റ് ഒരു ഊഹിക്കുക എന്നൊക്കെ പൊതുവെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടീമിനെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? എവിടെ, സ്ഥലം എവിടെയാണ്? മേലൂര് അണ്ടല്. ശരി, എന്താ ജോലി എന്താണ് ചെയ്യുന്നത്? ബ്യൂട്ടീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആയിരുന്നു അല്ല, ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാണ്? പിന്നെ ഇവിടെ തന്നെ തലശ്ശേരി ലോഗൻസ്. പൊതുവെ ഈ ബ്യൂട്ടി കൺസെപ്റ്റ് തലശ്ശേരി എത്രത്തോളം മുന്നിട്ടെടുക്കുന്നുണ്ട്? നന്നായിട്ട് പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഇപ്പൊ അതേ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട് എല്ലാവരും. ബ്യൂട്ടി ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടി ഇതിന്റെ ഷോപ്പിന്റെ പേരെന്താണ്? ഇംപ്രസ്. അപ്പം തീർച്ചയായിട്ടും എവിടെ? തലശ്ശേരി ലോഗൻസ് റോഡ്. നല്ല പരസ്യമാണ്. പേരെന്താണ്? നിജിഷ. സെയിം ഫീൽഡ് തന്നെയാണ്? ഒരുമിച്ച്. ഇപ്പോൾ എത്ര വർഷമായി നിങ്ങളുടെ ഒരു സ്നേഹബന്ധം, സൗഹൃദം? എത്ര വർഷത്തെ ഒരു പരിചയമുണ്ട്? 7 വർഷമായില്ലേ. അടുത്ത വീട്ടുകാർ തന്നെയാണോ? അല്ലല്ല, ഇവിടെ വന്നിട്ട് ജോലിയുമായി ഒന്നിച്ച് പാർട്ട്നേഴ്സ്. ഓക്കെ, ഈ ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അത് പ്രത്യേകിച്ച് എല്ലാവർക്കും വന്ന്
വീഴാൻ പറ്റുന്ന ഒരു മേഖലയല്ല. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒരു ഭയങ്കര നമ്മൾ ബ്യൂട്ടി പാർലർ ആ മേഖല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതൊക്കെ വളരെ സൗന്ദര്യമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സൗന്ദര്യം മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റൂ. ഇങ്ങനൊരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല ഓരോന്നിൻ്റെ അടുത്ത്. ശരി, പഠനകാലം തൊട്ട് തന്നെ അങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു? അല്ല, അതിന് ശേഷം വന്നതാണ്. എവിടെയെങ്കിലും യാത്രകളിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയതാണോ? അങ്ങനെയല്ല, കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഓഫർ വന്നപ്പോൾ ജസ്റ്റ് കോഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ ശരി, അപ്പോൾ 5 മിനിറ്റാണ് സമയം. ഈ 5 മിനിറ്റ് കൊണ്ടാണ് ഇവർ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അരമണിക്കൂറുള്ള വെറും 5 മിനിറ്റ്. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുകയാണ്. 2 പേരും. നിങ്ങളുടെ ഒരു മനപ്പൊരുത്തം എത്രത്തോളം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ഒരു 100%? അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. അപ്പം ഇവർക്കുള്ള ട്രോളി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർക്ക് പർച്ചേസിംഗ് ടൈം 5 മിനിറ്റ് ആണ്. ഇവർക്കുള്ള ട്രോളി എപ്പോഴും 5 മിനിറ്റ് സമയം കൊടുക്കുമ്പോൾ ചുരുങ്ങിയ സമയം സാധനങ്ങളുടെ പർച്ചേസിൻ്റെ എണ്ണം കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ധൃതി കാണിക്കും. അങ്ങനെയൊന്നും വേണ്ട, സാവധാനം നോക്കി എടുത്താൽ മതി. 5 മിനിറ്റ് ആണ് സമയം. ഇവരുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 5 4 3 2 1 0. മെല്ലെ പോയിട്ട് നോക്കി എടുത്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒന്നുകൂടി പേര് പറയാം. നിജിഷ. അപ്പോൾ നിജിഷ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. യാർഡ്ലി അടക്കമുള്ള സ്പ്രേ ഉണ്ട്, എല്ലാം ഉണ്ട്, പൗഡർ ഉണ്ട്, കാഷ്യൂ, എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റാണ് സമയം കൊടുത്തിരിക്കുന്നത്. നിജിഷ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കുന്നത്. ശരി, എന്നും യാത്രകളും പൊതുവെ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് തന്നെയാണോ പോകാറ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ഈ വീട്ടിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ വെളിയിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? ഇവിടുന്ന് വാങ്ങുന്നുണ്ട്, പുറത്തുനിന്ന് വാങ്ങുന്നത്. ₹3062 ആള് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. ഇത് മിക്കവാറും കെട്ടുകാരെ കൂട്ടേണ്ടി വരുന്ന തോന്നുന്നത്.
4318. 4318 രൂപയ്ക്കാണ് ആള് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അമ്പട കള്ളി, ഗംഭീരായിരുന്നു കേട്ടോ. 4318 ഇനി ആള് പർച്ചേസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 4318 പ്ലസ് 3062 ടോട്ടൽ റേറ്റ് എത്രയാ നമുക്ക് നോക്കാം. 7380. 7380 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അടുത്തോട്ട് ഇനി ഇതിലിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 7380 രൂപയ്ക്ക് ഇവർ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നു. 7380. ഇനി ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്ര നമുക്ക് 7380 ഒരു 180 രൂപ അങ്ങ് കൂടിപ്പോയി വ്യത്യാസം. 6500 ടു 7200 ആണ് എഴുതിയിരിക്കുന്നത്. 150 രൂപ ജസ്റ്റ് കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പം എന്തായാലും വിലയുടെ വില മനസ്സിലായല്ലോ. ശരി, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. 180 രൂപയുടെ വില എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം കേട്ടോ. അല്ലല്ലോ, ഒന്നുകൂടി ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി പർച്ചേസിംഗ് ഒക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കാലഘട്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടം മാറുമ്പോഴും നമ്മുടെ പർച്ചേസിങ്ങിൽ ഉണ്ടാകുന്ന സ്റ്റൈലുകളൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, അതായത് ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. പക്ക ടോട്ടലി ഒരു പർച്ചേസിംഗ് ഗെയിം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് പ്ലസ് ഓർ മൈനസ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ്. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത് തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. പുതിയ വിജയികൾ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിന് ഒരുപാട് സന്തോഷമാണ്. ആങ്കറായി എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം അവർക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.